അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ധാരാളം അനാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ആചാരങ്ങളെക്കാൾ, ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ആചാരങ്ങളെക്കാൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മുസ്ലിം സമൂഹത്തിൽ ധാരാളമായി നാം കാണുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിച്ചു എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് വ ഇൻ തുതീഊഹു തഹ്തദു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്നാണ്. വമൻ യുത്ഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ മഹത്തായ വിജയം കൈവരിച്ചു എന്നും അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗം അത് സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്കുൻ. ഞാൻ നിങ്ങളെ വിട്ടേച്ചിട്ടുള്ളത് ഏറ്റവും വെളുത്ത ഋജുവായ ഒരു മാർഗത്തിലാണ്. അതിലെ രാവു പോലും പകൽ പോലെ വെളിച്ചമുള്ളതാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. എന്നിട്ടും ഈ മാർഗത്തിൽ നിന്ന് ആരാണ് തെറ്റിപ്പോയത്? അവൻ നശിച്ചവൻ തന്നെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളുടെ ബാധ്യത, അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അഥവാ തസ്ദീഖുഹു ഫീമ അഖ്ബറ, അദ്ദേഹം പറഞ്ഞതെല്ലാം വിശ്വസിക്കുക, സത്യപ്പെടുത്തുക എന്നത്. വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ, ഖുർആനിൽ വന്നത്, സ്വഹീഹായ ഹദീസുകളിൽ വന്നത്, അതൊക്കെ സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതെൻ്റെ ബുദ്ധിക്ക്, എൻ്റെ യുക്തിക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്നത് അത് ഹദീസ് നിഷേധമാണ്. അത് കുഫ്റിലേക്ക് നമ്മെ എത്തിക്കും എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുൻകടക്കരുത്. അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്നതാണ്, അവരെ കൈവിട്ടതാണ് മുസ്ലിം സമൂഹത്തിൽ വിവിധങ്ങളായ അനാചാരങ്ങൾ വരാൻ കാരണം. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ കണ്ട് ജീവിച്ച സ്വഹാബത്ത് ആചരിച്ചിട്ടില്ല. ആ സ്വഹാബത്തിന് ശേഷം വന്ന താബികളോ തബഉ താബികളോ അയിമ്മത്തുകളോ മുൻഗാമികൾ ആരും, ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട ആരും ആഘോഷിക്കാത്ത ഒരു അനാചാരമാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനാഘോഷം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളിയതുകൊണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുൻ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളേണ്ടതാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന. ഒരാൾ ഇസ്ലാമിലൊരു പുത്തൻ ആചാരം കൊണ്ടുവന്നു, നല്ലതല്ലേ എന്നത് അവൻ അഭിപ്രായപ്പെട്ടു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അവൻ അതിലൂടെ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ, റിസാലത്തിൽ ഈ സമൂഹത്തോട് വഞ്ചന കാണിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിയാൽ ദീനിൽ ബിദ്അത്തുകൾ വരും, പുത്തനാചാരങ്ങൾ വരും, ഹദീസ് നിഷേധം വരും, അങ്ങനെ കുഫ്റിലെത്തുമെന്ന കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസ്വീറ. ഹിദായത്ത് ബോധ്യമായിട്ടും റസൂലുള്ളാഹിക്കെതിരിൽ നിലകൊണ്ടാൽ അവനെ നാം തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടുകയും നരകത്തിലിട്ട് കരിച്ചു കളയുകയും ചെയ്യും. ആ നരകം എത്ര മോശപ്പെട്ട സങ്കേതമെന്നാണ്. അള്ളാഹു നമ്മെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
റസൂലുള്ളയുടെ ചര്യയോടൊപ്പം നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.